അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു റൂം ടൂർ വീഡിയോ ചെയ്യാം. അപ്പം ഭയങ്കര ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ്. ഞാനും അമ്മയും ആദ്യം കൂടെ ഇന്ന് സൗദിയിലോട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. സോ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. അപ്പം നമ്മൾ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം നമ്മൾ ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഫൈനലി ഇന്നാണ് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയത്. അപ്പം നമ്മൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്തു. ഇന്ന് രാത്രി 9:50 ഫ്ലൈറ്റ്. അപ്പം 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം. 6:50 എയർപോർട്ടിൽ എത്തണം. അപ്പം നമ്മൾ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. ഇപ്പം ടൈം 5:30 അപ്പോൾ നമ്മുടെ ഈ ഫുൾ ജേണി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എത്രയൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ഇറങ്ങുമ്പോഴത്തേക്ക് 6:30 പിന്നെ ഒരു 7:15 എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാരണം അമ്മേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ പെട്ടി ക്ലിംഗ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിനായിരുന്നേ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ റെസ്റ്റ് എടുക്കാൻ പോകുന്ന വഴിക്ക് മണി എക്സ്ചേഞ്ച് കണ്ടപ്പം ആദ്യമൊരു ബോധി അവൻ്റെ കയ്യിലുള്ള പോക്കറ്റ് മണി വെച്ചിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ 500 റുപ്പീസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് 15 റിയാൽ വാങ്ങി. പക്ഷെ അതൊരു മണ്ടത്തരായിരുന്നു എന്ന് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ പോയിട്ടിരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഏകദേശം കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഒന്ന് നമ്മൾ അധികം ടെൻസ്ഡ് ആവാതെ കൂളായിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമിഗ്രേഷനും സെക്യൂരിറ്റീസൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശന്നപ്പം വലിച്ച മേടിച്ചെന്ന സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ബാഗിൽ. അപ്പോൾ അതെടുത്ത് കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 9:55 ഫ്ലൈറ്റ്. ഇപ്പം എത്രയാണ്? 8:30. ഫ്ലൈറ്റ് ഡിലേ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലൈറ്റ് വരുന്ന വരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. 9 മണിയാകുമ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോയിലേക്കുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഗേറ്റ് 2 വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെ കൂടുതലും ഉംറ പാസഞ്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം അവരെയായിരുന്നു കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ സീറ്റ് വൈസ് ആയിട്ട് എല്ലാവരെയും കടത്തിയിട്ട് ഞാനിതിന് മുന്നേ ഞാനും അമ്മയും കൂടെ ഞാൻ UKG പഠിക്കുന്ന ടൈമിലായിരുന്നു അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ആദ്യമില്ലേനു. ആ ടൈമിലുള്ള ഒരു മെമ്മറീസ് ഒന്നും എൻ്റെ മനസ്സിൽ വല്ലാണ്ടില്ല. അതുകൊണ്ട് എനിക്കും ഇന്നൊരു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണിത്. പക്ഷേ ഒരു 6 മണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളങ്ങോട്ട് ക്ഷീണിച്ച് മുഷിഞ്ഞ് ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു, അപ്പോൾ അമേരിക്കയിലേക്കൊക്കെ ഫ്ലൈറ്റ് ആകുമ്പോൾ 24 hours 48 hours ഒക്കെ വേണം അവർ ട്രാവൽ ചെയ്യാൻ. എങ്ങനെയാണേക്കും അവർ ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലൈറ്റിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ എക്സ്പീരിയൻസ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ അച്ഛൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അഞ്ജു ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഏട്ടനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലൈക്ക് ഈ ഒരു പുതിയ കൺട്രിയിൽ എത്തിയപ്പോൾ തന്നെ നമുക്കറിയുന്ന ഒരാളെ കണ്ടപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടുന്ന് ഈ ഒരു ബസ്സിൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. അവിടുത്തെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടുന്ന് ബാഗേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നപ്പം നമ്മൾ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. കുറേ ആയിട്ട് അച്ഛനെ കാണുക. അങ്ങനെ പിന്നെ അച്ഛനെ കാണുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ ക്യാമറ താനെ ഞാൻ താത്തിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ കാറ് കയറി. പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് കുറേ ലേറ്റായി റൂമിലെത്തുമ്പോഴത്തേക്കും. അലഞ്ഞ് തിരിഞ്ഞ് നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഫുഡ് മേടിച്ചിട്ടാണ് റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
ഹലോ ഗായ്സ്, അപ്പം നമ്മൾ റൂമിലേക്ക് ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ബ്ലോക്കായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ലേറ്റായി. ഇപ്പം നാട്ടിലെ 6:15 ഇവിടുത്തെ 3:45. അപ്പം റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. ഞാൻ റൂമിലെത്തിയിട്ട് ബാക്കി കാണിച്ചു. അപ്പം ഇതാണ് നമ്മളെ റൂമൊക്കെ ഞാൻ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു റൂം ടൂർ വീഡിയോ ചെയ്യാം. അപ്പം ഭയങ്കര ടയേർഡാണ്. സോ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ ബൈ.